ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനു മുൻപും ഈ വീട്ടിൽ നിന്ന് സ്വർണം കളവ് പോയിട്ടുണ്ട്. അതെങ്ങനെയാ പോയതെന്നും ചെറിയമ്മയ്ക്ക് അറിയില്ല അല്ലേ? മോളെ എനിക്ക് അറിയില്ല, സത്യമായിട്ടും അറിയില്ല. എന്നാ എനിക്കറിയാം. ഒരാഴ്ചക്കുള്ളിൽ എന്റെ കണ്ണിന് എനിക്ക് തെളിവ് തരുന്നു പറഞ്ഞിരുന്നില്ലേ? അത് കാണണ്ടേ നിങ്ങക്ക്? കാണ്. നീ പറഞ്ഞതുപോലെ ഷെൽഫിന്റെ താക്കോല് ഞാൻ ഏട്ടത്തിയുടെ മുറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നീ ഇന്ന് തന്നെ രഹസ്യമായിട്ട് കണിമംഗലത്തെത്തണം. ഷെൽഫിലെ സ്വർണം മുഴുവൻ എടുത്ത് ചാവി അവിടെ തിരിച്ചു വെക്കണം. ഇതുകൂടി ആയാല് രാധികയെ കൊണ്ടുള്ള ശല്യം തീരും. എന്നെയും എന്റെ അച്ഛനമ്മമാരെയും കൊടുക്കാൻ വേണ്ടി നിങ്ങളാ ഇത് ചെയ്തെന്ന് എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയും കരഞ്ഞെഴുന്നേറ്റ് കണിമംഗലത്ത് നിന്ന് പോയ നിമിഷം മുതലേ നിങ്ങളുടെ ഒക്കെ പുറകിൽ ഞാനുണ്ടായിരുന്നു. ഇന്ന് ഗൗതം ഈ വീട്ടിൽ കയറിയ നിമിഷം മുതലേ ഈ കുടുംബം മുഴുവൻ നിങ്ങളുടെ പുറകിലുണ്ട്. ഉർവശി, ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് എന്റെ മോളാണ് കളവ് ചെയ്തതെന്ന് എന്റെ ചെവിയിൽ ഓതി തന്നു. എന്നിട്ട് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ആയിട്ട് സന്ദർഭങ്ങൾ ഉണ്ടാക്കി അല്ലേടി? കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യായി. പക്ഷേ ഇവിടുത്തെ ഷെൽഫിലെ സ്വർണം ദേവനാരായണൻ തിരുമേനയുടെ ഭാര്യയുടെ കഴുത്തിൽ എങ്ങനെ വരുത്തിയെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കണ്ടേ വരുൺ? പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. ഗൗതം, നിനക്കറിയാലോ രാധികയുടെ മനസ്സ് വേദനിച്ചു എന്നറിഞ്ഞാ എന്റെ ഉള്ളു പൊള്ളുവെന്ന്. നേരെ ചൊവ്വേ നീ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിലിട്ട് നിന്നെ അടിച്ചു കൊല്ലും ഞാൻ. പറടാം. പറയില്ല നീ. വരണേ, അവൻ സത്യം പറയുന്നില്ലെങ്കിൽ കൊന്നിട്ട് അവളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്ക. അയ്യോ, അവനൊന്നും ചെയ്യല്ലേ. സുകുമാരിയമ്മയുടെ കയ്യില് മാല കൊടുത്തത് ഞാനാ.
അത് തിരുമേനിയുടെ ഭാര്യയുടെ കഴുത്തിൽ ഉണ്ടാവണം നിർബന്ധിച്ചതും ഞാനാ. കേട്ടില്ല അച്ഛാ? ദേ, ഇതൊക്കെയാ നമ്മുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബം ഇല്ലാതാക്കുന്നതിനെ കുറിച്ചല്ലാതെ എന്തെങ്കിലും വേറെ ഇവറ്റകൾ ചിന്തിച്ചിട്ടുണ്ടോ? മാറിയും മറിഞ്ഞു ഓരോരുത്തരെ വിശ്വസിപ്പിച്ച് ചതിക്കാണ് ഇവര്. ദേ, ഇതിന് എന്തെങ്കിലും ഒരു അവസാനം വേണം. അറിയാതെ ചില അപരാധങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളോട് പൊറുക്കണം. മാപ്പ് ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല. നിങ്ങൾ മാപ്പ് പറയേണ്ടത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലിൽ വീണ. അച്ഛാ, അവരെ ഞാൻ നേരത്തെ തന്നെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. വാമേ. ഉർവശി, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഒരാപത്ത് പിണയുമ്പോ കണിമംഗലം കുടുംബത്തിന്റെ ഐക്യം. എന്താടാ, എനിക്കൊന്നും പറയാനില്ലേ? തിരുമേനി എന്നോട് ക്ഷമിക്കണം. എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റുപറ്റിപ്പോയി. എന്റെ മോനും മാപ്പ് കൊടുക്കണം തിരുമേനി. എണീക്കേ.